വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീന. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരി കഴുകി കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് അരി ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിയിട്ട് കുതിർത്തെടുത്ത അരിയാണ്. ആ അരി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക, ഒത്തിരി ലൂസായി പോകരുത്, കുറച്ചൊരു കട്ടി വേണം. ഇനി നമുക്ക് കപ്പി കാച്ചാനായിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതാണ് ഒഴിക്കുന്നത്. എന്നാൽ നമുക്കിനി കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഫ്ലെയിം ഓൺ ചെയ്താൽ പെട്ടെന്നത് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും, കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ കിട്ടും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 5 ടേബിൾ സ്പൂണോളം അവിൽ ആവശ്യമുണ്ട്. വെള്ള അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ അവലിൻ്റെ തരി അരിക്കുള്ളിൽ. ഇനി നമുക്കൊരു ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ കപ്പി കാച്ചിയ മിക്സ് നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ അവിലും കൂടെ വെള്ളം കളഞ്ഞ്, ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിനി 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് പഞ്ചസാര അളവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാവിലേക്ക് ഡയറക്റ്റായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ആവരുത്. നമുക്കിതിനകത്തേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പൊളിച്ച് പൊങ്ങിതാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും. നല്ല പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ തിക്നെസ്സിന് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ പാത്രത്തിൻ്റെ ഇതിന് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു അളവിന്. നിങ്ങളുടെ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അളവിന് മാത്രം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കിസ്മിസും എല്ലാം ഗാർണിഷിങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇഡലി തട്ടിലാണ് ഇത് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇഡലി തട്ടി വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത് വന്നപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു പിക്ക് കൊണ്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് ഇളക്കാൻ നോക്കുക, അല്ലെങ്കിൽ സൈഡിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കത്തി കൊണ്ട് എടുക്കുമ്പോൾ എത്ര സോഫ്റ്റാണ് നോക്കി. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ വീട്ടിൽ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടില്ലേ, അപ്പം എൻ്റെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.